ഹാർട്ടിലുള്ളതൊക്കെ അത് മനസ്സിലാവും കേട്ടോ. കാര്യം ചിലപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ ആയിരിക്കും വഴക്കിട്ട് ഭയങ്കര ഇതൊക്കെ ആവണമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മിണ്ടും. അങ്ങനെ ഉണ്ടാവും. പിന്നെ ആതിര എന്ന് പറയുന്ന ഒരു കൂട്ടുകാരത്തി ഉണ്ട്. അവളായിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ എല്ലാം തുറന്ന് പറയണത് അവളോടായിരുന്നു കേട്ടോ. എൻ്റെ MLTക്ക് പഠിച്ചതാണ്. അപ്പോൾ അവൾ പിന്നെ ഈ പറഞ്ഞ രാഹുൽ, സ്റ്റെപ്പ് ചേച്ചി, കുറേ പേരുണ്ട്, സിദ്ധാർത്ഥ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി എല്ലാവരും ഒരേപോലെ തന്നെ കേട്ടോ കാണാത്. ഈ പറഞ്ഞ രാഹുലായാലും സിദ്ധാർത്ഥയ്ക്ക് ആയാലും സ്റ്റെപ്പ് ചേച്ചിക്ക് ആയാലും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വിളിച്ചിട്ട് സംസാരിച്ചാൽ പിന്നെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരാനൊക്കെ അവരൊക്കെ കേട്ടോ ഉള്ളത്. അപ്പോൾ എനിക്ക് ഉള്ള എല്ലാ ഫ്രണ്ട്സും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. കാര്യം എനിക്കങ്ങനെ വഴക്കിട്ടിരിക്കാൻ അറിയില്ല ഫ്രണ്ട്സിനോട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സീരിയസ് ആയിട്ട് കാര്യത്തിൽ ഞാൻ നല്ലതൊക്കെ പറഞ്ഞ് വഴക്കിട്ടിടും. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ ചെയ്യണമെന്ന് വേണ്ടിക്കൊണ്ട് അങ്ങനെയായിട്ടല്ല. അഥവാ അത്രയ്ക്ക് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് കാണാത്തവരോട് മാത്രമേ ഞാൻ ഈ ശത്രുത വെച്ച് നിൽക്കാറുള്ളൂ. അതും അങ്ങനെ എനിക്ക് ആരും ഇല്ല ശത്രു എന്ന് പറയാനായിട്ട്, ആകെ ഒരാളേ ഉള്ളൂ. പക്ഷേ അതായത് ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു, ജസ്റ്റ് ചാറ്റ് ചെയ്ത ഒരാളാണ് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ എവിടെ ചെന്നാലും ആരെങ്കിലും ഇപ്പോൾ ഇനിയും ഞാൻ പഠിക്കാൻ ചെല്ലണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും എനിക്ക് അവിടെയും ഞാൻ വേറെ ഒരു ഫ്രണ്ട്സിനെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ടും കൂടാവണ ടൈപ്പ് തന്നെയാണ്. അല്ലാണ്ട് ഇങ്ങനെ ആദ്യമൊക്കെ ചിലപ്പോൾ ജാടയൊക്കെ ഇട്ടൊക്കെ ഇരിക്കും. പക്ഷെ അവരൊന്നും വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടിക്കൊണ്ടേ ഇരിക്കും. എന്തെങ്കിലും ചളിയാണെങ്കിലും പറയും. പിന്നെ ഇങ്ങനെ കാണാൻ പോയതല്ല, ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അമ്മാതിരി എല്ലാവരും ചിരിപ്പിക്കുക, അങ്ങനെയുള്ള ടൈപ്പാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ എനിക്ക് പറയാൻ ആരുമില്ല. ബെസ്റ്റ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞ സച്ചു എൻ്റെ ബെസ്റ്റി. ഓക്കെ, അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. സത്യം പറഞ്ഞാൽ അവനോടാണ് കേട്ടോ ഞാൻ എല്ലാം തുറന്ന് പറയണത്. അപ്പോൾ അവൻ തന്നെയാണല്ലോ എൻ്റെ ബെസ്റ്റ്. പിന്നെ ഇപ്പം അമ്മേനോടാണെങ്കിലും അതേ രീതി തന്നെ കേട്ടോ. അമ്മയും ഞാനും ചേച്ചി എന്ന് പറയണത് അതുപോലെയാണ്. കാരണം നമുക്ക് എല്ലാ കാര്യം തുറന്നറിയാം. അപ്പോൾ എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എടുത്ത് പറയാനായിട്ട് ആരില്ല. അവനിത് ചോദിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായി മോനെ, ഞാൻ ഒരാളുടെ പേരായിട്ട് പറയാമെന്ന് നീ വിചാരിക്കേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട്. ഇത്ര കുറേ പേരുണ്ട്, എല്ലാവരുടെയും പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെയൊന്നുമില്ല. ഓരോ ക്ലാസ്സിലും ഓരോരുത്തരായിട്ട് ഇപ്പോഴും കൂട്ടുതന്നെ കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും മിക്കവർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരായിട്ടും കൂട്ടാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.